അസ്സലാമു നമസ്കാരം. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഫ്രൈഡ് റൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് റെസ്റ്റോറൻറ്റിൽ നിന്ന് നേരിട്ട് വാങ്ങിയ റെസിപ്പിയാണ്. അതിന് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരണം, നല്ലതായിട്ട് തിളച്ച് വരണം. 1 കിലോ ബിരിയാണി റൈസിനാണ് ചെയ്യുന്നത്. ബിരിയാണി റൈസ് നല്ലതുപോലെ കഴുകി 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. ഇത് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ചോറ് കുക്കായി വരുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഓയിൽ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം, കാരണം വെള്ളത്തിൽ ഒഴുകിപ്പോകും. കുറച്ച് വെച്ച് കോരുവാണിത് ചെയ്യുന്നത്. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ചോറ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് വാങ്ങാം. ഇനി ഒരു പാനിൽ 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരണം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, 2 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, cabbage ചെറുതായിട്ട് അരിഞ്ഞത്, സ്പ്രിംഗ് ഒനിയൻ ചെറുതായി കട്ട് ചെയ്തത്. ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ഹാഫ് കുക്കായി വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഇതിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ചോറിൽ ഉപ്പ് ചേർത്താണ്, അതുകൊണ്ട് ഉപ്പ് കൂടിപ്പോകരുത്. ഇത് ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടത് സോയാ സോസാണ്. 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കിലോ റൈസ് ആയതുകൊണ്ടാണ് 5 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽ ഓയിസ്റ്റർ സോസ്, നല്ല ടേസ്റ്റ് കിട്ടും. ഓയിസ്റ്റർ സോസാണിത് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 8 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇനി ചിക്കൻ എല്ലില്ലാതെ പുഴുങ്ങി ചെറിയ പീസാക്കിയതാണ്, അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഓയിസ്റ്റർ സോസ് ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഈ ബിരിയാണിയുടെ കടകളിലൊക്കെ കിട്ടും. ബിരിയാണിയുടെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന കടകളിലെല്ലാം കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോറ് അധികം പൊടിഞ്ഞു പോകാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പം റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ അജിനാമോട്ട ചേർത്തിട്ടില്ല. റെസ്റ്റോറൻറ്റുകളിൽ മിക്കവാറും അജിനാമോട്ട ചേർക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഇതിൽ വരുത്തിയിട്ടുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.